അമ്മയുടെ അടുത്ത് വരുന്ന കഥകളൊക്കെ അമ്മ പറയാറില്ലേ? അതുപോലെ ഒരാളായിരുന്നു ആ ലോറിയിൽ വന്നതും. അയാള് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവിട്ടു. ഇടയിലിറങ്ങി വേറെ വണ്ടി വിളിച്ചു പോയിക്കോളാന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. ആ മോൻ ഏതായാലും അവനെ ദൈവം രക്ഷിക്കട്ടെ. ഇതിനൊക്കെ പിറകില് ആ സുന്ദരി തന്നെയാവും. അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് അബദ്ധമായി പോയി. അതെ, നീ ഇന്നാള് സർപ്പക്കള്ളം വരയ്ക്കാൻ പോയില്ലേ? അവിടുത്തെ മുത്തശ്ശിയെ വിളിക്കുന്നേ. കുറെ തവണയായി വിളിക്കുന്നു. എന്തിനാ? അവിടുത്തെ ചെറുക്കന് സുഖമില്ല. ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞെന്നാ പറയുന്നേ. സർപ്പക്കള്ളം വരച്ച പെൺകുട്ടി ഒരു ചരട് കെട്ടിക്കൊടുത്താ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നാ പറഞ്ഞേ. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ, കൃഷ്ണമോള് തിരിച്ചെത്തിയോ? ആ, മോളെത്തി. ഒന്ന് വരാൻ പറയൂ ആ കുട്ടിയോട്. പൂജാരി ഒരു ചരട് ജപിച്ചു തരും. അതൊന്ന് ആ മോള് കെട്ടിക്കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ല, അത് പറ്റില്ല എന്ന് പറയരുത്. ഒരു ജീവൻ രക്ഷപ്പെടുന്ന കാര്യമാ. ഞങ്ങളുടെ തറവാട്ടിലെ അടുത്ത തലമുറയാണ്. തങ്കം ഒന്ന് സഹായിക്കണം. ഞാൻ അവളോട് പറയാം. അവളെ അയക്കാം, ഉറപ്പ്. സന്തോഷം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കാം. എന്നിട്ട് ഡ്രൈവറെ അയക്കാം. മോളെ അതില് വിട്ടാ മതി. ആയിക്കോട്ടെ. വരാനും സമ്മതിച്ചോ അമ്മേ? വരും. സമ്മതമാണെന്നാ പറഞ്ഞേ. ഈശ്വര, ഒട്ടും വൈകാതെ കുട്ടി എത്തിയാൽ മതിയായിരുന്നു. ഇതുവരെ വിളിച്ചപ്പോഴൊക്കെ അവര് കരയായിരുന്നു മോളെ. അതാ അമ്മ മറുത്തൊന്നും പറയാതിരുന്നേ. ഒരു ജീവൻ രക്ഷപ്പെടുന്ന കാര്യമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല.